പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ ഭോജന മന്ത്രം എന്നൊരു മന്ത്രമുണ്ട്. ശരിക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മിക്കവാറും പല മതക്കാരും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ ഭക്ഷണം ഒരു യജ്ഞമായിട്ടാണ് ഭാരതീയർ കാണുന്നത്. അഗ്നിയിലേക്ക് ഹവിസ് കൊടുക്കുമ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു, ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായുധ നമമ അഗ്നയേ സ്വാഹ അഗ്നയേത നമമ പവമാനസോമായ പവമാനസോമായ സ്വാഹ പവമാനസോമായ ഇതം നമമ. അഗ്നിയിലേക്ക് സാധനങ്ങൾ ഇടുക, ഹവിസ് ഇടുക, ചമത ഇടുക, നാളികേരം ഇടുക, പഴമിടുക, ചോറ്, ഹവിസ് എന്ന് വെച്ചാൽ ചോറിടുക, നെയ്യ് അല്ലെങ്കിൽ തൈര്, ദധിമധുരത്തിൻ്റെ തൈര് ഒഴിക്കുക. ഇതെല്ലാം അങ്ങോട്ട് അഗ്നിയിലേക്ക് കത്തിക്കാനായിട്ട് കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ യാഗം, യജ്ഞം, ഹോമം, ഹവനം എന്ന വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത്. ഇതുപോലെ ഒന്നാണ് നമ്മൾ ഭക്ഷണം അകത്തേക്ക് കഴിക്കുക. പുറത്തുള്ളത് കത്തിജ്വലിക്കുന്ന തീയാണ്. സപ്തഹസ്ത ചതുശൃംഗ സപ്തജിഹ്വോതി ശീർഷക സ്വാഹാന്തു ദക്ഷിണേ പാർശ്വേ സ്വധാ വാമാംസ്തധാപരേ. ജ്വലിച്ചുകൊണ്ട് കത്തുന്ന അഗ്നിയാണ്. അഗ്നിയുടെ മന്ത്രം പറഞ്ഞിട്ട് നമ്മൾ ദ്രവ്യങ്ങൾ ഇടുക. ഇവിടെ ജ്വലിക്കാത്തൊരു അഗ്നിയാണ്. രണ്ടും ഓക്സിഡേഷനാണ്. പുറത്തുള്ള അഗ്നിയും ഓക്സിഡേഷനാണ് നടത്തുന്നത്, അകത്തുള്ള അഗ്നിയും ഓക്സിഡേഷനാണ്. അപ്പൊ അകത്തും ഒരു യാഗം നടക്കുന്നുണ്ട്. നമ്മൾ കഴിച്ച ഭക്ഷണത്തെ മുഴുവനും ഓക്സിഡൈസ് ചെയ്തിട്ട് അകത്തുള്ളത് ജഠരാഗ്നി, പുറത്തുള്ളത് സ്വാഭാവിക അഗ്നി. ഇപ്പൊ ജഠരാഗ്നിയിലേക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും മന്ത്രം വേണം, കാരണം അതും യജ്ഞമാണ്. യജ്ഞഭാവത്തിൽ ഭക്ഷണം കഴിക്കാനാണ് അമൃതാനന്ദമയുടെ മാതൃവാണിയിൽ ജനുവരി ഇഷ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മ പറഞ്ഞിരിക്കുന്നതാ, യജ്ഞഭാവത്തിൽ ഭക്ഷണം കഴിക്കണം, അത് യാഗത്തിന് സമർപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ശരിക്ക് ഈ മന്ത്രം ജപിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ബയോകെമിസ്ട്രി ഉണ്ട്. അതിൻ്റെ പുറത്ത് നല്ലൊരു ബയോകെമിസ്ട്രിയാണ്. എന്താ അറിയോ, നമ്മൾ ഈ ചോറിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അത് നോക്കുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം വരും. LDF ആണെങ്കിലും UDF ആണെങ്കിലും MDF ആണെങ്കിലും വരും. നിരീശ്വരവാദിയാണെങ്കിലും വായിൽ വെള്ളം വരും. ചെറുപ്പക്കാരനാണെങ്കിലും വയസ്സായവനാണെങ്കിലും വായിൽ വെള്ളം വരും. ഈ ചോറ് നോക്കുന്ന സമയത്ത് സലൈവറി ഗ്ലാൻഡ് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവും. ആ സലൈവയിൽ 0.2% ടയാലിൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ടയാലിൻ. അപ്പൊ ഈ ഉമിനീരും ടയാലിനും കൂടി അകത്തേക്ക് പോവും ആദ്യം. അത് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് എൻസൈമുകളുണ്ട്. ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ശരിക്ക് ലിപ്പേസ് എന്ന എൻസൈമുകളുടെ പരമ്പരയുണ്ട്. വലിയ മോളിക്യൂളുകളാണ് ഇതൊക്കെ. ഇപ്പം ലിപ്പേസ് ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാനുള്ളത്, അമിലേസ് കാർബോഹൈഡ്രേറ്റ് ഡൈലേറ്റ് ചെയ്യാനുള്ളത്, പ്രോട്ടിയേസസ് പ്രോട്ടീനുകൾ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമുകൾ. ഇതുകൂടാതെ 2% ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കും. അത് pH 4 നിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പൊ ശരിക്ക് ഈ ഭക്ഷണത്തിന് മുമ്പ് ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ അവിടെ ഈശ്വരനുണ്ടോ, ദൈവാനുഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താ അർത്ഥം, ഇത് സ്പിരിച്വാലിറ്റി എന്തിനാ ഊണ് കഴിക്കുന്നതിന് മുമ്പ്, ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരേ ഉള്ളൂ, അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ്. ഇനി സ്പിരിച്വാലിറ്റി വേണ്ട എന്നുള്ളവർക്കും ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. എന്താ പ്രയോജനം? നേരത്തെ പറഞ്ഞ പോലെ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകും. സലൈവയോടൊപ്പം ടയാലിൻ എന്ന കോമ്പൗണ്ട് സ്റ്റൊമക്കിലേക്ക് പോകുമ്പോൾ ഡൈജസ്റ്റീവ് എൻസൈമുകൾ എല്ലാം ആക്റ്റീവ് ആവും. അപ്പൊ ഈ ഡൈജസ്റ്റീവ് എൻസൈമുകൾ ആക്റ്റീവ് ആകണമെങ്കിൽ ചോറ് നോക്കിയിരുന്നാൽ പോരെ? നോക്കിയിരുന്നാൽ മതി. മന്ത്രം ജപിക്കേണ്ട ആവശ്യമുണ്ടോ? വേണം, നിർബന്ധമില്ല. മന്ത്രം തന്നെ ജപിക്കണമെന്ന് ആവശ്യമുണ്ടോ? ഷാറുഖ് ഖാന്റെ ജയ്യ 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 എന്ന പാട്ട് പാടിയാൽ പോരെ? മതി, ധാരാളം മതി. നിങ്ങൾ എന്ത് ചെയ്താലും വിരോധമില്ല. അതല്ലെങ്കിൽ പൂക്കുന്നി ദാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന അശോകം പൂക്കാത്തതും പൂക്കുന്ന കാലം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടിയാൽ മതി. പക്ഷേ ഈ ചോറ് നോക്കിക്കൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മറ്റു ഭൗതികമായിട്ടുള്ള ചിലത് ചേർക്കുന്നതിന് പകരം നമ്മുടെ യൂഷ്വൽ സിസ്റ്റത്തില് അന്നം ബ്രഹ്മേ ദിവ്യജാന, അന്നം ബ്രഹ്മമാണ്. അതില്ലെങ്കിൽ നമ്മുടെ ശരീരം വർക്ക് ചെയ്യില്ല. അപ്പൊ ശരീരത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് അന്നം. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒന്നാണ് സൂര്യൻ, വായു, അഗ്നി, ജലം. അതിനൊക്കെ വായു, അതിനൊക്കെ ദൈവമായിട്ട് ഈശ്വരീയ ചൈതന്യമായിട്ട് കാണാൻ സാധിച്ച നമുക്ക് ഭക്ഷണത്തെയും ഈശ്വര ചൈതന്യമായിട്ട് കാണാൻ സാധിക്കാം. അപ്പോ ഭക്ഷണം ഈശ്വരനാണ്.
നീ തന്നെ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ എന്ന് ദൈവദശകത്തിൽ പറയുന്ന പോലെ ഇപ്പുറത്ത് ഭഗവത്ഗീതയില് അഹം ക്രതുരഹം യജ്ഞം സ്വദാഹം അഹമൌഷധം മന്ത്രോഹമഹമേവാജ്യം അഹം വന്നിരഹം ഹുതം. അഗ്നി ഞാനാണ്, അതിൽ കത്തിക്കാനുള്ള ഹവിസ് ഞാനാണ്, ആ കത്തിക്കാൻ വേണ്ടിയിട്ട് ചൊല്ലുന്ന മന്ത്രം ഞാനാണ്, അത് കത്തിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന പുരോഹിതൻ ഞാനാണ്. ഈ കണ്ണൂരിലെ കൊട്ടിയൂരിലെ പുരോഹിതനെ കുറിച്ചിട്ടല്ല പറയുന്നത്, യാഗം നടത്തുന്ന പുരോഹിതനെ കുറിച്ചിട്ട്. ആ പുരോഹിതൻ ഞാനാണ്. അഗ്നിയിലിട്ടിരിക്കുന്ന ചമത ഞാനാണ്. അഗ്നിയിലെ കുണ്ടം, ഹോമകുണ്ടം ഞാനാണ്. എല്ലാം ഈശ്വരീയമായിട്ട് കാണാം. അതായത് ഭൗതിക ജീവിതത്തിലെ ആത്മീയത ചേർത്തുള്ള ഇന്റഗ്രേറ്റിംഗ് സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി, ഇന്റഗ്രേറ്റിംഗ് ദ ഫിസിക്കൽ കംഫർട്ട്സ് ആൻഡ് ദ സ്പിരിച്വൽ കംഫർട്ട്സ് ടുഗദർ. അങ്ങനെ ഒരുമിച്ച് ചേർത്ത് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്യുവർ ബയോകെമിസ്ട്രിക്ക് ഉപോത്ബലകമായിട്ട് സപ്പോർട്ടായിട്ട് ആത്മീയത കൂടി ചേർക്കുമ്പോഴാണ് മന്ത്രം പറയാ. എന്താ മന്ത്രം പറയേണ്ടത്? ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഭഗവത്ഗീതയിലെ വരിയാണ്. ഞാൻ എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ E is equal to mc². എല്ലാം E ആണ്. എനർജിയിലേക്കായിട്ട് അർപ്പിക്കുക. E is equal to mc² എന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വരികൾ. ഐൻസ്റ്റീൻ ഇന്ത്യക്കാരനല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ അറിയുന്നുണ്ടാവും. അപ്പോ ബ്രഹ്മാർപ്പണം ഇത് എനർജിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ഇത് ഹവിസാണ്, അതും ബ്രഹ്മത്തിൻ്റെതാണ്. ബ്രഹ്മാഗ്നൗ അഗ്നിയും ബ്രഹ്മമാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ആ കത്തി ജ്വലിക്കുന്നതും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മൈവ തേന ഗന്ധവ്യം എല്ലാം ചെന്നെത്തുന്നത് ഈ ബ്രഹ്മത്തിലേക്കാണ്. E is equal to mc²ലേക്കാണ്. ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനഃ. അപ്പൊ അവസാനം സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത് സമാധിനഃ, നമ്മുടെ ആ ബുദ്ധി വൈഭവം അതും പ്രവർത്തിക്കുന്നത് ഈ ബ്രഹ്മം കൊണ്ട് തന്നെയാണ്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പജാമ്യന്നം ചതുർവിധം. ഈ 4 തരത്തിൽ ഈ ഭക്ഷണത്തെ അങ്ങോട്ട് ഡീഗ്രേഡ് ചെയ്യാണ് ശരീരത്തിനകത്ത്. ഒന്ന് കൈകൊണ്ട് കുഴച്ച്, 2 പല്ലുകൊണ്ട് ചതച്ച്, 2 സ്റ്റൊമക്കിലൂടെ നല്ല രീതിയിൽ സ്റ്റൊമക്ക് അപ്പും ഡൗൺ ആയിട്ട് പ്രസ് ചെയ്തതിന് ശേഷം പിന്നെ ഡൈജസ്റ്റീവ് എൻസൈമുകൾ ചേർത്ത് കത്തിച്ച്. ഇപ്പൊ കൈകൊണ്ട് കുഴച്ച്, പല്ലുകൊണ്ട് കടിച്ച്, സ്റ്റൊമക്ക് കൊണ്ട് പ്രസ് ചെയ്തിട്ട് ആസിഡും മറ്റെല്ലാം കൂടി ചേർത്ത് അങ്ങ് കത്തിക്കുന്നു. ചതുർവിധം 4 തരത്തില് ഭക്ഷണത്തെ ദഹിപ്പിച്ച് ആ ചൈതന്യം അഹം വൈശ്വാനരോ ഭൂത്വ ഞാനാണ് ഈ വിശ്വത്തെ നിലനിർത്തുന്ന ചൈതന്യത്തിന്റെ ആധാരമായിരിക്കുന്ന വൈശ്വാനരൻ ആയിത്തീർന്ന് പ്രാണീനാം ദേഹമാശ്രിത പ്രാണികളുടെ ശരീരത്തിൽ ഞാൻ നിലനിൽക്കുന്നു. 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് ഞാൻ നിലനിൽക്കുന്നു. പ്രാണിനാം ദേഹം പ്രാണ അപാന വ്യാന സമാന ഉദാന മുഴുവനും പറഞ്ഞിട്ടില്ല. പ്രാണാപാന സമായുക്തം പജാമി അന്നം ചതുർവിധം. ഇതൊരു നല്ലൊരു മന്ത്രം. നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഹോട്ടലിലാണെങ്കിൽ പ്രാർത്ഥിക്കണ്ട കേട്ടോ. വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും. വീട്ടിലാണെങ്കിൽ മുഴുവനും പ്രാർത്ഥിക്കണം. ഓഫീസിലാണെങ്കിൽ ചിലപ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ മുമ്പിൽ മുഴുവൻ വേണമെന്നില്ല. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ നോക്കണം, നിങ്ങൾ അടിമുടി മാറുന്നുണ്ടാവും. ഈ ആചാരങ്ങളൊക്കെ നല്ലതാണെങ്കിൽ സ്വീകരിച്ചൂടെ, അല്ലാത്തത് കളയുക. ഇനി മാത്രമല്ല, ഇതൊരു മന്ത്രമാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ഒരു ഇനി വേറൊരു മന്ത്രമുണ്ട്. ഈ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കന്യാകുമാരിയിൽ. ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അവരുടെ സ്കൂളുകൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് അരുണാചൽ പ്രദേശിലും ആസാമിലും നാഗാലാൻഡിലും ആൻഡമാനിലും ഒക്കെ കൂടാതെ കന്യാകുമാരിയിലേക്കും പോകാറുണ്ട്. അപ്പോ അവിടെ ഒരു മന്ത്രമുണ്ട്. പ്രഭോ സേവാവൃത ഭക്തിയ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതി. നല്ലൊരു മന്ത്രമാണ്. വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. ഇതിന്റെ അർത്ഥം ഒന്ന് കേട്ടു നോക്കാം. പ്രഭോ അല്ലയോ ജഗതീശ്വര, സേവാവൃത ഭക്തിയ വയം സംപ്രാർത്ഥയാമഹേ. വയം ഞങ്ങള്, ഭക്തിയ ഭക്തിവൃതം, വയം കഹ സേവാവൃത വയം ഭക്തിയ സംപ്രാർത്ഥയാമഹേ.
സേവാവൃതന്മാരായ ഡിവോട്ടഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഭാരതമാതാവിൻ്റെ സർവൻസ് ആയിട്ടുള്ള ഞങ്ങള് ഭക്തി പുരസ്സരം പ്രാർത്ഥിക്കുന്നു. പ്രഭോ സേവാവൃത ഭക്തിയ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ. ഈ രാഷ്ട്രത്തിൻ്റെ ഭാവരാഗ താളമുള്ള ഭാരതമാതാവിൻ്റെ ഭാരതത്തിൻ്റെ മംഗളകരമായ നിലനിൽപ്പിന് പ്രാർത്ഥന നോക്കുക. എൻ്റെ ശരീരാരോഗ്യത്തിനെന്നല്ല, കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതി. ഈ സംസ്കൃതി ലോകമെമ്പാടും എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിന് കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതി വിശ്വസ്യ അഭ്യുദയോയേന. ഈ ലോകത്തിൻ്റെ അഭ്യുന്നതിക്ക് അതിലാരൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇടതുപക്ഷം വലതുപക്ഷം മധ്യപക്ഷം ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ഈശ്വര വിശ്വാസി നിരീശ്വരവാദി യുക്തിവാദി ഇവരെല്ലാമുള്ള ഈ ലോകത്തിൻ്റെ വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം, സർവ പ്രജകൾക്കും സംരക്ഷണം നൽകാനായിട്ടുള്ള ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ആ ദൗത്യത്തിന് പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി. എല്ലായിടത്തും എപ്പോഴും ശാന്തി ഉണ്ടാവാം. പീസ് സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദ. സമാധാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത്, സ്റ്റെബിലൈസ്ഡ്, ആധാനം ഉയർച്ച. സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഉയർച്ച ഉണ്ടാവണം. സമാധാനം ച സർവദ. ഈ ഒരു മന്ത്രമാണ് ഭക്ഷണത്തിന് മുമ്പ് വിവേകാനന്ദ കേന്ദ്ര വിശ്വവിദ്യാലയത്തിലെ വിവേകാനന്ദ കേന്ദ്രയിലെ എല്ലാ ധന്യരായിട്ടുള്ള പ്രവർത്തകരും ആലപിക്കുന്നത്. പാലിച്ചുക. ഒന്ന് ഭഗവത്ഗീതയിലെ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ എന്നുള്ളത്, രണ്ട് ഭോജനമന്ത്രം വിവേക. ഇനി മൂന്നാമത്തെ എണ്ണുണ്ട്. പൂണൂലിട്ട വ്യക്തികള്, വൈദികര്, സാധാരണ രീതിയിൽ വേദപണ്ഡിതന്മാരും ബ്രാഹ്മണർ എന്ന വാക്കൊന്നും അവർക്ക് ചേർന്നതല്ല. ശരിക്ക് പൂണൂലിട്ടവരെന്ന വാക്കാണ് ശരി. പൂണൂലിട്ടവര് ഓം ഭൂർഭുവസ്വഹ, കുറച്ച് വെള്ളം തെളിക്കും. ഋതന്ത്വാസത്യേന പരിഷിഞ്ചയാമി ഭൂർഭുവസ്വരവും അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖ ത്വം യജ്ഞ ത്വം വഷട്കാര ത്വം വിഷ്ണു പുരുഷപരാം. ഈ ഭക്ഷണത്തെ നോക്കി പറയാണ്, അല്ലയോ മഹാവിഷ്ണുവിന്റെ പ്രതീകമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭക്ഷണമേ, ത്വം വിഷ്ണു, നീ തന്നെയാണ് വിഷ്ണുവിന്റെ ജനം. ത്വം പുരുഷപര, പ്രപഞ്ചപുരുഷ ചൈതന്യത്തിന്റെ അംശം നിന്നിൽ നിലക്കുന്നു. അപ്പോ ഋതന്ത്വാ സത്യേന പരിഷിഞ്ചയാമി, ഈ പ്രപഞ്ച സത്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നില് ഒരല്പം വെള്ളം തെളിച്ച് ശുദ്ധീകരിക്കുന്നു. ഭൂർഭുവസ്വരവും, ഭൂലോകം ഭൂലോകം സ്വർലോകം നിലനിൽക്കുന്നത് അന്നത്തിന്റെ ശക്തി കൊണ്ടാണ്. അന്തശ്ചരതി ഭൂതേഷു അന്തഃ ചരതി, സർവചരാചരങ്ങളുടെയും അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന, സർവജീവജാലങ്ങളുടെയും അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം. ഗുഹായ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കില്ല, അകത്ത് നോക്കിയാൽ കാണാൻ സാധിക്കില്ല. അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം. പിന്നെ ഓം ഭൂർഭുവസ്വഹ എന്ന് പറയുന്ന മാതിരി തന്നെ ഋതന്ത്വാസത്യേന പരിഷിഞ്ചയാമി ഭൂർഭുവസ്വരം അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം. ത്വം അഗ്നി ത്വം പുരുഷ ത്വം വിഷ്ണു, നീയാണ് അഗ്നി, നീയാണ് പ്രപഞ്ച പുരുഷ ചൈതന്യം, നീയാണ് പുരുഷപരാ പ്രപഞ്ചം. എന്നിട്ട് ആ ഈശ്വരനായിട്ട് പിന്നെ ഇടത്തെ കയ്യിലെ ഈ വിരലോ ഇലയിൽ മുട്ടിയിട്ട് തൊട്ടിട്ട് ഓരോ ചോറെടുത്ത് കഴിക്കും. ആലോചിച്ച് നോക്കാം. പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, ആത്മനേ സ്വാഹ. അവനവൻ ഊണ് കഴിക്കപ്പെടുകയാണ് ആത്മനേ സ്വാഹ. അമ്പലത്തിലെ ശ്രീകോവിലിനകത്തെ വിഗ്രഹത്തിലാണെങ്കിൽ, ശിവന്റെ വിഗ്രഹമാണെങ്കിൽ പ്രാണായ സ്വാഹ. ഇതെങ്ങനെയാ പറയാ? പ്രാണായ സ്വാഹ ചുവട്ടിലത്തെ രണ്ടുപേരില്, അപാനായ സ്വാഹ മുകളിലത്തെ രണ്ടുപേരില്, വ്യാനായ സ്വാഹ നടുക്കലത്തെ രണ്ടുപേരില്, ഉദാനായ സ്വാഹ ചുവട്ടിലത്തെ 3 പേരില്, സമാനായ സ്വാഹ മുകളിലത്തെ 3 പേരില്, 5 വിരലും കൂടി ചേർത്ത് ഓം മഹാദേവായ നമസ്വാഹ, മഹാദേവ്യൈ നമസ്വാഹ, ശ്രീകൃഷ്ണായ നമസ്വാഹ, മഹാവിഷ്ണവേ നമസ്വാഹ എന്ന് പറഞ്ഞിട്ട് ഈശ്വരന്. നമ്മളാണെങ്കിൽ ആത്മനേ സ്വാഹ. ഇത് ഭംഗിയായിട്ടാണ് ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് നോക്കുക. അപ്പൊ ഈ ഭക്ഷണത്തിന് മുമ്പ് ഈ കർമ്മം ചെയ്യുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകും, ടയാലിൻ വരും. അതൊരു സയൻസ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ആത്മീയത.
നിങ്ങൾ ഏതെങ്കിലും മന്ത്രമൊക്കെ ജപിക്കുക. കുറേ ചടങ്ങുകൾ ജീവിതത്തിൽ വേണം. അത് അന്ധവിശ്വാസമല്ല, അതിനകത്തൊരു സയൻസ് ഉണ്ട്. സയൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ മാത്രമാണെങ്കിലും നിങ്ങൾക്ക് അത് നടത്താം. സയൻസും ആത്മീയതയും കൂടി ചേരുമ്പോഴുള്ള ബെനിഫിറ്റ് കിട്ടാനാണെങ്കിൽ അത് നമുക്ക് നടത്താൻ സാധിക്കണം. പ്രണാമം, നമസ്കാരം.